ലില്ലാഹി ദാഇ റസൂലുള്ളാഹിന്റെ അഹ്ലു ബൈത്തിൽപ്പെട്ട പേരക്കുട്ടി വന്നു കഴിഞ്ഞു. എഴുന്നേറ്റ് സംസാരിക്കൽ ഉചിതമല്ലാത്തത് കൊണ്ട് ഞാൻ ചുരുക്കുന്നു. സഹോദരങ്ങളെ, ബാപ്പയുടെ മൂല്യം തിരിച്ചറിയുന്നവരാവണം, ഉമ്മയുടെ മൂല്യം തിരിച്ചറിയുന്നവരാവണം. ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബ്റ അഹദുഹുമാ ഔ കിലാഹുമാ. മോനെ, നിന്റെ ബാപ്പന്റെ കവിളൊട്ടിയാൽ, ഉമ്മയുടെ പല്ല് കൊഴിഞ്ഞു പോയാൽ, വാർദ്ധക്യത്തിന്റെ ലക്ഷണങ്ങൾ നിന്റെ ബാപ്പക്കോ ഉമ്മക്കോ എത്തിയാൽ, ആ ബാപ്പയുടെ മുഖത്ത് നോക്കി നീ അനാവശ്യങ്ങൾ പറയില്ല. സുബ്ഹാനല്ലാഹ്, എവിടെ വരെ എത്തി ഈ ആധുനിക സമൂഹം എന്നറിയോ സഹോദരങ്ങളെ? ഒരു ബാപ്പയെ ചൂണ്ടിയിട്ട് എന്റെ ബാപ്പയാണെന്ന് ധൈര്യത്തോടുകൂടി പറയാൻ മടി കാണിക്കുന്ന മക്കൾ. ഇതെന്റെ ബാപ്പയാണ് ഉസ്താദേ എന്ന് പറയാൻ പോലും മടി കാണിക്കുന്ന മക്കൾ. രാജ്യത്തിന്റെ ശാപമായി വന്നില്ലേ സഹോദരങ്ങളെ? ഞാൻ ഓർത്തുപോകുന്നു, സാധുവായ ഞാൻ കോഴിക്കോട് ജില്ലയിലെ പൂനൂരങ്ങാടിക്കടുത്ത് ചളിക്കോട് എന്നൊരു പ്രദേശമുണ്ട്. അവിടത്തേക്ക് പ്രഭാഷണത്തിന് വേണ്ടി പോയതാണ്, വഅദ് പറയാൻ വേണ്ടി പോയതാണ്. ആ നാട്ടിലുള്ള ചെറുപ്പക്കാരായ ആളുകൾ ഒരു പ്രത്യേക സംഘടന രൂപീകരിച്ചുകൊണ്ട് ആ സംഘടനയുടെ മേൽനോട്ടത്തിലാണ് വഅദ് വെച്ചിട്ടുള്ളത്. അൽഹംദുലില്ലാഹ്, ചെറുപ്പക്കാര് വഅദ് വെക്കുക എന്ന് പറഞ്ഞാൽ സന്തോഷമുള്ള കാര്യമല്ലേ? ആ ചെറുപ്പക്കാരുടെ സംഘടനയുടെ കൺവീനറായ ചെറുപ്പക്കാര് പൂനൂരങ്ങാടിയിൽ എന്നെ കാത്തു നിൽക്കുന്നുണ്ട്. പൂനൂരങ്ങാടിയിലെത്തിയപ്പോൾ കൺവീനറാണെന്ന് പരിചയപ്പെടുത്ത യുവാവ് എന്നോട് പറയുന്നു, ഉസ്താദേ, ഇവിടുന്ന് 2 കിലോമീറ്റർ കൂടി യാത്ര ചെയ്യാനുണ്ട്, നമുക്ക് ഇവിടുന്ന് ഒരു ചായ കുടിച്ചിട്ട് വഅദിന് വേണ്ടി പോകാം. എന്നെയും കൂട്ടിയിട്ടൊരു ഹോട്ടലിൽ കയറുന്നു. ഞാനും എന്റെ കാറിന്റെ ഡ്രൈവറും ആ ചെറുപ്പക്കാരനും ഹോട്ടലിൽ നിന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതാ ഒരു കൈലി മുണ്ട് ധരിച്ച, ഒരു കള്ളി ഷർട്ട് ധരിച്ച, ഒരു പച്ച ബെൽറ്റ് ധരിച്ച, ഒരു കുറിയ ബനിയാനും ധരിച്ചുകൊണ്ട് പ്രായമുള്ള ഒരു മനുഷ്യൻ ഹോട്ടലിലേക്ക് കയറി വരുന്നു. എന്നെ കൈപിടിക്കുന്നു, സലാം പറയുന്നു. ഉസ്താദേ, നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ എന്ന് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത് ഹോട്ടലിൽ നിന്ന് തിരിച്ചിറങ്ങുന്നു. ഞാൻ ആ ചെറുപ്പക്കാരനോട് ചോദിക്കുന്നു, മോനെ, ഈ പ്രായമുള്ള മനുഷ്യൻ എവിടെയുള്ള ആളാണ്? ഉസ്താദേ, നമ്മൾ വഅദിന് വേണ്ടി പോകുന്ന സ്ഥലത്തുള്ള മഹല്ലിന്റെ കാരണവരാണ്, പള്ളി കമ്മിറ്റിയുടെ ഉത്തരവാദപ്പെട്ട ഒരു കാരണവരാണ്. അത് പറഞ്ഞ് ഞാനും അദ്ദേഹവും വഅദിന് വേണ്ടി പോയി. വഅദും കഴിഞ്ഞ് സ്റ്റേജിൽ ഇരുന്ന് ദുആ ചെയ്ത് പിരിയുമ്പോ നേരത്തെ പൂനൂരങ്ങാടിയിൽ വെച്ച് കണ്ട അതേ പ്രായമുള്ള മനുഷ്യൻ തന്നെ സ്റ്റേജിന്റെ സമീപത്ത് വന്ന് വീണ്ടും കൈപിടിക്കുന്നു. ഉസ്താദേ, മരിക്കുന്ന സമയത്ത് ഈമാൻ കിട്ടണം, മക്കളൊക്കെ നന്നായി കാണണം, നിങ്ങളൊന്ന് ദുആ ചെയ്യണേ. ചോദിച്ചു, നിങ്ങളെ പേരെന്താണ്? നിങ്ങളെ നാടെവിടെയാണ്? നിങ്ങൾക്ക് എത്ര മക്കളുണ്ട്? ചോദിക്കുമ്പോൾ ഈ മനുഷ്യന്റെ മറുപടി, ഓ ഉസ്താദേ, നിങ്ങൾക്ക് എന്നെ മനസ്സിലായില്ലേ? നേരത്തെ നിങ്ങൾ പൂനൂരങ്ങാടിയിൽ നിന്ന് ചായ കുടിച്ചില്ലേ? കുടിക്കുമ്പോ നിങ്ങളുടെ സമീപത്ത് ചെറുപ്പക്കാരനുണ്ടായില്ലേ? ആ ചെറുപ്പക്കാരൻ എന്റെ രണ്ടാമത്തെ മോനാണ്, എന്റെ രണ്ടാമത്തെ മോനാണ്. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. വഅദ് വെച്ച പരിപാടിന്റെ കൺവീനറാണ് പോൽ സ്വന്തം ബാപ്പയാണ് വന്നത് എന്ന് പറയുമ്പോ കീറിയ ബനിയാൻ ധരിച്ച ബാപ്പയെ ചൂണ്ടിയിട്ട്, കൈലി മുണ്ട് ധരിച്ച ബാപ്പയെ ചൂണ്ടിയിട്ട് എന്റെ ബാപ്പയാണ് നിങ്ങൾ ഉസ്താദിനോട് പറഞ്ഞാൽ അതെനിക്കൊരു ശൈമകേടല്ലേ, അതെനിക്കൊരു കുറവല്ലേ എന്ന് ചിന്തിച്ച് മഹല്ലിന്റെ കാരണവരാണെന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറിയ ഓ ചെറുപ്പക്കാരാ, നീ വഅദ് വെച്ചത് എന്തിനാണ്? നീ കൺവീനറായത് എന്തിനാണ്? ആളുകളെ സംസ്കരിക്കാൻ വഅദ് വെച്ചു എന്ന് പറയുന്നു, നിന്റെ ജീവിതം തന്നെ സംസ്കരിച്ചിട്ടില്ലല്ലോ. റബ്ബിന്റെ
റബ്ബിന്റെ പൊരുത്തം കിട്ടാനാ വഅദ് വെച്ചത്, റബ്ബിന്റെ പൊരുത്തം കിട്ടാനാ നിസ്കരിക്കുന്നത്, റബ്ബിന്റെ പൊരുത്തം കിട്ടാനാ നമ്മൾ ഹജ്ജ് ചെയ്യുന്നത്. പക്ഷേ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, റബ്ബിന്റെ പൊരുത്തം എവിടെയാണുള്ളത്? റിളർ റബ്ബി ഫീ റിളൽ വാലിദൈൻ വസുഖ്തുർ റബ്ബി ഫീ സുഖ്തിൽ വാലിദൈൻ. റബ്ബിന്റെ പൊരുത്തത്തിലാണ്, ബാപ്പന്റെ പൊരുത്തത്തിലാണ്, മാതാപിതാക്കളുടെ പൊരുത്തത്തിലാണ് അല്ലാഹുവിന്റെ പൊരുത്തമുള്ളത്. ബാപ്പന്റെ പൊരുത്തം വാങ്ങൂ, ഉമ്മായുടെ പൊരുത്തം വാങ്ങൂ, അപ്പോഴാണ് റബ്ബിന്റെ പൊരുത്തം നിനക്ക് കിട്ടുക എന്ന് സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ, സഹോദരങ്ങളെ, ഹജ്ജ് ചെയ്ത വലിയ ഹാജിയാരാണ്. പക്ഷേ ഉമ്മാനെ തിരിഞ്ഞു നോക്കുന്നില്ല, ബാപ്പാനെ തിരിഞ്ഞു നോക്കുന്നില്ല. സുബ്ഹാനല്ലാഹ്, എന്ത് ഹാജിയാരാണ്! എന്റെ ചെറുപ്പക്കാരോട് ഞാൻ ഒറ്റ ഹദീസ് കൂടി ഓതി എന്റെ പ്രസംഗം നിർത്തട്ടെ. സഹോദരങ്ങളെ, അഷ്റഫുൽ ഖൽഖ് ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനത്തെ പള്ളിയിൽ നിന്ന് ക്ലാസ് എടുക്കുമ്പോൾ സ്വഹാബത്തിനോടൊരു ചോദ്യമാണ്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്നിട്ട് വർഷങ്ങളായി. സ്വഹാബത്തിനോട് ചോദിക്കുന്നു, സ്വഹാബത്തേ, നമുക്കൊന്ന് മക്കയിലേക്ക് പോകേണ്ടതില്ലേ? പരിശുദ്ധമായ കഅബത്തിന്റെ കില്ല പിടിച്ച് തവാഫ് ചെയ്യേണ്ടതില്ലേ? ഹജ്ജ് ചെയ്യാൻ നമുക്ക് താല്പര്യമില്ലയോ? സ്വഹാബത്തിനോടുള്ള ചോദ്യമാണ്. സ്വഹാബത്ത് ഒന്നടങ്കം പറയുന്നു, ബലാ യാ റസൂലല്ലാഹ്, നബിയേ, മക്ക ജന്മനാടാണ്, കഅബ നമ്മുടെ അഭയ കേന്ദ്രമാണ്, അത് കാണാൻ മനസ്സിൽ ഭൂതിയുണ്ട്, ഹജ്ജ് ചെയ്യാൻ താല്പര്യമുണ്ട്. സ്വഹാബത്ത് ഒന്നടങ്കം ആവേശത്തിലാണ്. പക്ഷേ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽപ്പെട്ടൊരു പ്രമുഖനായ സ്വഹാബി, അദ്ദേഹത്തിന്റെ മനസ്സിൽ സന്തോഷമുണ്ടാകുന്നില്ല. ഹജ്ജിന് വേണ്ടി മക്കയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞപ്പോ മനസ്സിന് സന്തോഷം വരുന്നില്ല. സുബ്ഹാനല്ലാഹ്, ചില ആളുകളുണ്ട് അങ്ങനത്തെ. ഹജ്ജ് ചെയ്യാനുള്ള എല്ലാ വഴികളും എളുപ്പമായിട്ട് എന്റെ പണം തീർന്നു പോകുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് ഹജ്ജിന് വേണ്ടി പോകാതെ നിൽക്കുന്നവർ അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അടുത്ത് ഞാൻ 2-3 വർഷങ്ങൾക്ക് മുമ്പ് കാഞ്ഞങ്ങാട് ഭാഗത്ത് ജോലി ചെയ്യുമ്പോൾ ഒരു വലിയ സമ്പന്നനായ മനുഷ്യൻ, എല്ലാം ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും എല്ലാം കൊണ്ടും നല്ല കഴിവുള്ളൊരു മനുഷ്യൻ, പക്ഷെ ഹജ്ജ് ചെയ്തിട്ടില്ല. അയാളോട് ഉള്ള മുസ്ലിയാക്കന്മാർ ദിവസം വേദ പറഞ്ഞു, ഹജ്ജിന് വേണ്ടി ഹജ്ജ് ചെയ്യാനുള്ള എല്ലാ കഴിവുണ്ടായിട്ട് ഹജ്ജ് ചെയ്തിട്ടില്ലെങ്കിൽ അവൻ ജൂതനോ ക്രിസ്ത്യാനിയോ ആയിട്ട് ചത്തുപോകട്ടെ എന്ന് പഠിപ്പിച്ച ഹദീസ് പലപ്പോഴും അയാളോട് വേദ പറഞ്ഞു. പക്ഷെ അയാളുടെ മനസ്സിന് മാറ്റം വരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ഇയാള് ബാത്റൂമിൽ നിന്ന് കാല് വഴുതി വീണ് കാല് പൊട്ടി. ചിലർക്ക് അങ്ങനെയുണ്ട്, അസുഖങ്ങളും ബുദ്ധിമുട്ടും വരുമ്പോൾ ആ പടച്ചോനബയെ ഓർമ്മ ഉണ്ടാവില്ല. അപ്പൊ ഈ കാല് പൊട്ടിയ ചാൻസിന് അല്പം വേദ പറഞ്ഞാൽ അയാളുടെ മനസ്സിന് മാറ്റം വന്നാലോ എന്ന് മനസ്സിലാക്കി ഞങ്ങൾ എല്ലാവരും കൂടി അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോയി. സുഖാന്വേഷണമൊക്കെ നടത്തിയതിനു ശേഷം ഞാൻ ചോദിച്ചു, അല്ല, നിങ്ങൾ ഇക്കൊല്ല ഹജ്ജിന് പോകുന്നു എന്ന് പറയുന്നത് കേട്ടല്ലോ, ശരിയാണോ? അപ്പൊ ഇയാള് ചാരി കസേരമ കാല് നീട്ടിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. പെട്ടെന്ന് അയാൾ ചാരി കസേരയിൽ നേരെ ഇരുന്നോണ്ട് പറയും, ഇന്നാ ഇല്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ആരാ ഉസ്താദേ നിങ്ങളോട് ഇന്നോട് പറഞ്ഞത്? ഞാൻ മനസ്സിന് കൂടി വിചാരിച്ചിട്ടില്ല. അപ്പോഴും അയാളുടെ മനസ്സിൽ ചിന്ത വന്നിട്ടില്ല, ഹജ്ജിന് പോകണം. അല്ലാഹു എല്ലാവർക്കും ഭാഗ്യം നൽകുമാറാകട്ടെ. ഹജ്ജിന് വേണ്ടി പോകാൻ താല്പര്യമുണ്ടോ എന്ന് ഹബീബ് ചോദിക്കുമ്പോൾ എല്ലാവരും ആവേശത്തിലാണ്. ഒരു സ്വഹാബി മാത്രം വളരെ വിഷമത്തോടുകൂടിയിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്വഹാബി അടുത്തേക്ക് വിളിക്കുന്നു, ചോദിക്കുന്നു, മോനെ, എല്ലാവരും വളരെ സന്തോഷത്തിലാണല്ലോ, ആഹ്ലാദത്തിലാണല്ലോ, നീ എന്തുകൊണ്ടാണ് നിന്റെ മനസ്സിന് സന്തോഷമില്ലാത്തത്? ആ സമയത്ത് സ്വഹാബി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, നബിയേ, പരിശുദ്ധമായ മക്കയിലേക്ക് പോകാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, കഅബത്തിന്റെ കില്ല പിടിച്ച് ലബ്ബൈക്ക് പറയാൻ താല്പര്യമില്ലാഞ്ഞിട്ടല്ല, പക്ഷേ ഞാനൊരു പാവപ്പെട്ട മനുഷ്യനാണ്, എന്റെ കയ്യിൽ പണമില്ല, സ്വന്തമായി വാഹനവും ഇല്ല. എല്ലാവരും കഅബത്തിങ്കിൽ പോകാനുള്ള ആഹ്ലാദത്തോടെ
സന്തോഷത്തോടെ ഇരിക്കുമ്പോ ഞാനൊരു പാവപ്പെട്ടവനായതുകൊണ്ട്, എന്റെ കയ്യിൽ വാഹനമില്ലാത്തത് കൊണ്ട്, എന്റെ കയ്യിൽ പണമില്ലാത്തത് കൊണ്ട് എനിക്ക് മക്കയിലേക്ക് പോകാൻ കഴിയില്ലല്ലോ, സംസമിന്റെ ചാരത്ത് ചെല്ലാൻ എനിക്ക് കഴിയില്ലല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഞാൻ വിഷമിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോ സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹ് എഴുന്നേറ്റ് നിന്നുകൊണ്ട് സഹാബത്തിനോട് പറയുന്നു, ഓ സഹാബത്തേ, من نظر إلى وجه أبويه نظر رحمة مرة واحدة. അതേ, ഒരു മനുഷ്യൻ അവന്റെ ബാപ്പന്റെയോ ഉമ്മന്റെയോ മുഖത്തേക്ക് സ്നേഹത്തോടെ ഒരു നോട്ടം നോക്കിയാൽ മർറത്തം വാഹിദ, ഒരു വട്ടം കാരുണ്യത്തോടെ ബാപ്പാന്റെ മുഖത്ത് നോക്കിയാൽ, ഉമ്മാടെ മുഖത്ത് നോക്കിയാൽ ഫലഹു ഹജ്ജുൻ മബ്റൂർ, അവന് പൂർണ്ണമായ ഒരു ഹജ്ജിന്റെ പ്രതിഫലം അല്ലാഹു കൊടുക്കുമെന്ന് ബഹുമാനപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹ്. ബാപ്പന്റെ ഉമ്മന്റെ മുഖത്ത് ഒരു വട്ടം നോക്കിയാൽ ഒരു ഹജ്ജിന്റെ പ്രതിഫലം അല്ലാഹു നൽകുമെന്ന് ഖാല റസൂലുള്ളാഹി. ഇത് പറഞ്ഞപ്പോൾ ഒരു സ്വഹാബ് ആവേശത്തോടെ എഴുന്നേറ്റുകൊണ്ട്, നബിയേ, അപ്പൊ ഒരാൾ 100 വട്ടം നോക്കിയാലോ? ഒരു വട്ടം നോക്കിയാൽ ഒരു ഹജ്ജിന്റെ പ്രതിഫലമാണ് എങ്കിൽ 100 വട്ടം നോക്കിയാലോ? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി, ഫലഊമിയത്തു ഹജ്ജിൻ, അവന് 100 ഹജ്ജിന്റെ പ്രതിഫലമാണ്. ഇത് പറയും ഒരു സ്വഹാബി വീണ്ടും സംശയമാണ്, നബിയേ, എന്റെ സംശയം മറ്റൊന്നാണ്. എനിക്കൊരു ബാപ്പിയുമ്മയുണ്ട്, വല്ലാത്ത ബാപ്പിയുമ്മയാണ്. സുബ്ഹാനല്ലാഹ്, ചില ബാപ്പിയുമ്മയുണ്ട് മക്കളെ സിംഹത്തിന്റെ മുമ്പിൽ കുടുങ്ങിയ മാതിരിയാക്കുന്ന ചില ബാപ്പിയുമ്മമാർ. ഉമ്മമാരെ നമ്മൾ അങ്ങനെ ആയിപ്പോകരുത്. അടുക്കളയിൽ തക്കാളിയില്ല കറിവെക്കാൻ, പച്ചമുളകില്ല കറിവെക്കാൻ. ഇന്ത്യയും വെസ്റ്റ് ഇൻഡീസും തമ്മിലുള്ള കളി നടക്കുകയാണ്. 4 റൺസ് പോകണം ജയിക്കാൻ. 6 അടിക്കുവോ 4 അടിക്കുവോ എന്നുള്ള ബേജാറിൽ TV കണ്ടിരിക്കുന്ന മോനോട്, മോനെ നീ വേഗം തക്കാളി വാങ്ങിട്ട് പോവാന്ന് പറഞ്ഞാൽ അപ്പോ എന്റെ മനസ്സനങ്ങൂല. ഓനിപ്പോ ഇന്ത്യ ജയിക്കുമെന്നുള്ള ബേജാറിലാണ്. ആ സമയത്ത് നിങ്ങൾ വേഗം തക്കാളിക്ക് വേണ്ടി പറഞ്ഞയച്ചാൽ പോകാതിരിക്കുമ്പോ ചില ഉമ്മമാർക്ക്, ഇവിടെയുള്ള ഉമ്മമാർക്കൊന്നും അങ്ങനെ ഉണ്ടാവൂലേ. കേരളത്തിൽ എന്റെ നാട്ടിലെ ഉമ്മമാരെ കുറിച്ച് ഞാൻ പറയുന്നത് പോകുന്നത് വരെ. നമ്മുടെ നാട്ടിലുള്ള ഉമ്മമാര് അവര് പെട്ടെന്ന് പറയും, നിന്റെ അവസാനത്തെ കളിയാണ് കണ്ണൂക്കിന്റെ ചായന്റെ എന്നൊക്കെ പറഞ്ഞ ചില പദങ്ങൾ ഉപയോഗിക്കാറുണ്ട്. നിന്റെ ബൈക്ക് വെച്ച് പാമ്പ് അടിച്ച് അത്തുപോട്ടട, ഇനിക്കൊണ്ടൊരു ഉപകാരമില്ല. സുബ്ഹാന ജല്ലജലാലുഹു, അപ്പം വായിൽ കിട്ടുന്ന ശാപവാക്ക് എന്താണെന്ന് പറയാൻ കിട്ടൂല. ഓ ഉമ്മമാരോട് ഞാൻ പറയട്ടെ, നിങ്ങൾ ഒരിക്കലും മക്കൾക്കെതിരെ ശാപവാക്ക് പറഞ്ഞു പോകരുത്. അവർക്കെതിരെ നിങ്ങൾ ദുആ ചെയ്തു പോകരുത്. കാരണം അഷ്റഫുൽ ഖൽഖ് ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, 3 കക്ഷികൾ അല്ലാഹുവിനോട് ദുആ ചെയ്താൽ ആ ദുആ ചെയ്യുന്ന ആളുടെയും അല്ലാഹുവിന്റെയും ഇടയിൽ ഒരു മറയും ഉണ്ടാവില്ല. അല്ലാഹു പെട്ടെന്ന് ദുആ സ്വീകരിക്കുന്ന 3 കക്ഷികളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ആക്രമിക്കപ്പെട്ടവൻ അക്രമിക്കെതിരെ ദുആ ചെയ്യുക. ആക്രമിക്കപ്പെട്ടവൻ അക്രമിക്കെതിരെ ദുആ ചെയ്താൽ ആ ദുആ അല്ലാഹു പെട്ടെന്ന് സ്വീകരിക്കുന്നതാണ്. അതുപോലെ ബാപ്പയും ഉമ്മയും മക്കൾക്കെതിരെ ദുആ ചെയ്താൽ ആ സമയത്ത് ആമീൻ പറയാൻ അല്ലാഹു ചില മലക്കുകളെ നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. ആ മലക്കുകളുടെ ആമീനങ്ങ് അല്ലാഹു സ്വീകരിച്ചു പോയാൽ അത് നിന്റെ മകന് അപകടമാണ്. ഉമ്മമാരെ, അതുകൊണ്ട് മക്കൾക്കെതിരെ ശാപവാക്ക് പറഞ്ഞു പോകരുത്. മക്കൾക്കെതിരെ ഉള്ള ദേഷ്യം വരുമ്പോൾ അവർക്കെതിരെ ദുആ ചെയ്യുന്ന സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി പോകരുത്. ഇരിക്കട്ടെ ഈ സ്വഹാബിയുടെ സംശയം, ഓ നബിയേ, എനിക്കൊരു
ബാപ്പയുണ്ട്. അത് വല്ലാതെ ആക്രമിക്കുന്ന ബാപ്പയാണ്, വല്ലാതെ ചീത്ത പറയുന്ന ബാപ്പയാണ്, എന്നെ വല്ലാതെ ആക്രമിക്കുന്ന ഉമ്മയാണ്. ആ ഉമ്മയുടെ മുഖത്ത് നോക്കിയാലും അങ്ങ് പറഞ്ഞ ഹജ്ജിന്റെ പ്രതിഫലം അല്ലാഹ് തരുമോ നബിയേ? അഷ്റഫുൽ ഖൽഖ് ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹ്. അവിടുത്തെ മറുപടി കേട്ടോ സഹോദരങ്ങളെ. ഓ ഇല്ലലമാ ഓ ഇല്ലലമാ ഓ ഇല്ലലമാ. ഒന്നല്ല രണ്ടല്ല 3 തവണ ആവർത്തിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മോനെ നിന്റെ ബാപ്പ എത്ര ആക്രമിക്കുന്നയാളാണെങ്കിലും, നിന്റെ ഉമ്മ എത്ര ചീത്ത പറയുന്ന ആളാണെങ്കിലും, നിന്റെ ഉമ്മ എന്നെ എത്ര വലിയ ശകാരിക്കുന്നവരാണെങ്കിലും, ആ ഉമ്മയുടെയും ബാപ്പയുടെയും മുഖത്ത് നോക്കിയാൽ നിനക്ക് ഹജ്ജിന്റെ പ്രതിഫലം കിട്ടുക തന്നെ ചെയ്യും കേട്ടോ. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ, ബാപ്പയെ തിരിച്ചറിയുന്ന മക്കളുണ്ടാവണം, ഉമ്മയെ തിരിച്ചറിയുന്ന മക്കളുണ്ടാവണം. ആ ബാപ്പയോടും ഉമ്മയോടുമുള്ള ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുവാൻ കഴിയുന്നവരാവണം. ഒരു കാര്യം കൂടി പറഞ്ഞ പ്രസംഗം നിർത്തട്ടെ. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, മക്കൾക്കിടയിൽ നിങ്ങൾ തുല്യമായി നീതി പാലിക്കണേ. ഒരു മകനോട് പ്രത്യേക വാത്സല്യമാണ്, ഒരു മകനോട് പ്രത്യേക താല്പര്യമാണ്, മറ്റേ മകനോട് വ്യക്തമായ വെറുപ്പാണ് മനസ്സിലുള്ളത്. ആ ഒരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ വരാൻ വേണ്ടി പാടില്ല. മക്കൾക്കിടയിൽ തുല്യമായി നീതി പാലിക്കണം. അമ്മായിയമ്മമാരോട് ഞാൻ പറയുന്നു, മരുമക്കൾ വരുമ്പോ, മകളുടെ ഭർത്താക്കന്മാര് വരുമ്പോ അവർക്കിടയിലും നിങ്ങൾ തുല്യമായി നീതി പാലിക്കണോ. ഒരു മകൻ ദുബൈക്കാരനാണ്, അല്ലെങ്കിൽ ഒരു മരുമകൻ ദുബൈക്കാരനാണ്. അയാള് വരുമ്പോൾ ഇഷ്ടം പോലെ സാധനങ്ങൾ വീട്ടിൽ കൊണ്ടുവരും. മറ്റേയാൾ കൂലിപ്പണിക്കാരനാണ്, അയാളുടെ കയ്യിലൊന്നും കാണില്ലെന്ന് കരുതി മരുമക്കൾക്കിടയിലും മക്കൾക്കിടയിലും വിവേചനം കാണിക്കുന്ന സ്വഭാവം ഉമ്മമാരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൂടാ. ബൈന ഔലാദിക്കും മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപദേശമാണ്. നിങ്ങൾ മക്കൾക്കിടയിൽ തുല്യമായി നീതി പാലിക്കണം. ഒരൊറ്റ സംഭവം ബർക്കത്തിന് വേണ്ടി ഞാൻ പറയട്ടെ, എന്റെ പ്രസംഗം നിർത്തട്ടെ സഹോദരങ്ങളെ. ബാക്കിലിരിക്കുന്ന ആളുകളൊക്കെ മുന്നോട്ട് കടന്നിരിക്കൂ. മഹാനായ തങ്ങളുടെ ദുആ നടക്കാനിരിക്കുന്നു. ദൂരെ നിൽക്കുന്ന ചെറുപ്പക്കാരൊക്കെ സദസ്സിലേക്ക് വന്നിരിക്കൂ. നമുക്ക് പ്രാർത്ഥനയിലേക്ക് കടക്കണം. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരക്കുട്ടി ജാഫർ തങ്ങൾ നമ്മുടെ വേദിയിലുണ്ടല്ലോ. ഇതേ ദിക്റിന്റെ മാസ്മരികതയിൽ ജലാലിയ റതീബിന്റെ മന്ത്രധ്വനികൾ ബസതു കഫദിൽ യുഫ്തിഖാരി ബിബിദാദിൻ നസബി ഖൽബിൻ തമല്ല. എന്തൊരാവേശമാണ് മുസ്ലിമീങ്ങളെ മനസ്സുകളിൽ. ജലാലിയ റതീബ് ജനകീയമായില്ലേ. മഹാനായ തങ്ങളവർക്ക് അല്ലാഹുവേ ആഫിയത്തുള്ള ദീർഘായുസ് സുന്നത്ത് ജമാഅത്തിലായി നീ കൊടുക്കണേ അല്ലാഹ്. അവിടുത്തെ തണൽ ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. ഒരൊറ്റ സംഭവം ഞാൻ പറയുന്നു. മഹാനായ സയ്യിദുനാ നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ബാപ്പ ബശീർ റളിയല്ലാഹു അൻഹു 2 കല്യാണം, ഒന്നിലധികം ഭാര്യമാരുള്ള ആളാണ്. നുഅ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ മാതാവിൽ ഒറ്റ മകനേ ഉള്ളൂ. നുഅ്മാൻ റളിയല്ലാഹു അൻഹു. മറ്റു ഭാര്യയിൽ വേറെയും മക്കളുണ്ട്. ബശീർ റളിയല്ലാഹു അൻഹുവിനിക്ക് ഒരു ദിവസം മഹാനായ ബശീർ റളിയല്ലാഹു അൻഹു തന്റെ ഭാര്യയോട് പറയുന്നു, പെണ്ണേ, എന്റെ മക്കളെ കൂട്ടത്തിൽ എനിക്ക് വല്ലാത്ത താല്പര്യം നുഅ്മാനിനോടാണ്. അതുകൊണ്ട് എന്റെ സമ്പത്തിന്റെ നേരെ പകുതി ഞാൻ നുഅ്മാനിന് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. നിന്റെ അഭിപ്രായം എന്താണ്? എന്റെ സമ്പത്തിന്റെ നേരെ പകുതി നിന്റെയും എന്റെയും മകനായ നുഅ്മാനിന് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. നിന്റെ അഭിപ്രായം എന്താണ്? ആ ഉമ്മ പടച്ചവനെ പേടിയുള്ള ഉമ്മയാണ്. മഹദി അവറുകൾ നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു അൻഹുവിന്റെ ബാപ്പയോട് പറയുന്നു, ഭർത്താവേ, വിരോധമില്ല. എന്റെ മകന് നിങ്ങളെ സമ്പത്തിന്റെ നേരെ പകുതി കൊടുക്കുന്ന എനിക്ക് വിരോധമില്ല. പക്ഷേ എനിക്കൊരു ചോദ്യമുണ്ട്. നുഅ്മാനിന് കൊടുക്കുന്നത് പോലെ മറ്റു മക്കൾക്കും കൊടുക്കാൻ നിങ്ങളുടെ കയ്യിൽ വേറെ സമ്പത്തുണ്ടോ?
നൗമാന് കൊടുക്കുന്നത് പോലെ കൊടുക്കാൻ പറ്റിയ വേറെ സമ്പത്ത് നിങ്ങളുടെ കയ്യിലുണ്ടോ? ഇല്ല. നൗമാനോടുള്ള താല്പര്യമാണ്, നൗമാനോടുള്ള സ്നേഹമാണ് അതിന് പ്രേരിപ്പിച്ചത് എന്ന് പറഞ്ഞപ്പോൾ തഖ്വയുള്ള ഈമാനുള്ള ഈ മഹദിയുടെ മറുപടി, ഓ പ്രിയപ്പെട്ട ഭർത്താവേ, എനിക്കതിന് താല്പര്യമില്ല, ഞാനത് ഇഷ്ടപ്പെടുന്നില്ല. എന്നിലൂടെ ഉണ്ടായ മകൻ നൊമാനാണ്. പക്ഷേ വേറെയും ഭാര്യമാര് നിങ്ങൾക്ക് മക്കളുണ്ടല്ലോ, ആ മക്കൾക്കും നിങ്ങൾ കൊടുക്കണം. ഇല്ലെങ്കിൽ ഹബീബിന്റെ പെർമിറ്റ് വാങ്ങണം. മദീനയിൽ ചെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സമ്മതം വാങ്ങണം. ഹബീബ് സമ്മതിച്ചാൽ എനിക്ക് സമ്മതമാണ്. സുബ്ഹാനല്ലാഹ്. നേരം വെളുക്കേണ്ട താമസം ബശീർ റളിയല്ലാഹു അൻഹു ഇലാ ഹദറത്തി റസൂലുള്ളാഹിന്റെ സവിധത്തിലേക്ക് ചെന്നുകൊണ്ട് പറയുന്നു, നബിയേ, എന്റെ ഭാര്യയോട് ഞാൻ ഇന്നാളിന്ന വിഷയം പറഞ്ഞു, പക്ഷേ സമ്മതിക്കുന്നില്ല. അങ്ങ് സമ്മതം തരൂ. ഉടൻ തന്നെ ഹബീബ് റസൂലുള്ളാഹിന്റെ മറുപടിയോ, ബശീർ, അക്രമത്തിന്റെ മേൽ നീ എന്നെ സാക്ഷിയാക്കല്ല. ഇത്തഖുല്ലാഹ്, അല്ലാഹുവിനെ നീ സൂക്ഷിക്കണേ ബശീറേ. എഴുതിലൂ ബൈന ഔലാദിക്കും, മക്കൾക്കിടയിൽ നീ തുല്യത പാലിക്കണേ എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. നീട്ടി സംസാരിക്കാൻ സമയമില്ലല്ലോ സഹോദരങ്ങളെ. എല്ലാ വിഷയത്തിലും നീതിയുള്ളവരാവണം. മഹല്ല് ഭരണാധികാരികൾ നീതിയുള്ളവരാവണം. സംഘടനാ നേതൃപാഠമുള്ളവർ നീതിയുള്ളവരാവണം. വീട്ടിലെ കുടുംബനാഥൻ നീതിയുള്ളവരാവണം. രാജ്യത്തെ ഭരണാധികാരി നീതിയുള്ളവരാവണം. ഹബീബ് റസൂലുള്ളാഹി പഠിപ്പിച്ചില്ലേ, ആഖിറുസ്സമാനിൽ 4 കാര്യങ്ങൾ ഉയർത്തപ്പെട്ടു പോകും. അതിൽപ്പെട്ട ഒന്നാണ് ഭരണാധികാരികളിൽ നിന്ന് നീതി ഉയർത്തപ്പെട്ടു പോവുക എന്നുള്ളത്. ഇന്നല്ലാഹ യഅ്മുറുകും ബിൽഅദ്ലി വൽ ഇഹ്സാൻ, നിങ്ങളോട് നീതിയോടുകൂടി പ്രവർത്തിക്കണമെന്ന് അല്ലാഹു കൽപ്പിക്കുന്നു. എല്ലാ വിഷയത്തിലും നീതിയോടുകൂടി പെരുമാറി ആഖിറം രക്ഷപ്പെടാൻ വേണ്ടി പ്രവർത്തിക്കൂ. മുസ്ലിമായി മരിക്കാൻ വേണ്ടി തയ്യാറാകൂ. അല്ലാഹുവേ, ഞങ്ങൾക്കതിന് നീ ഭാഗ്യം നൽകണം റഹ്മാനേ. മുൻകാലത്ത് കഴിഞ്ഞുപോയ മഹാന്മാരുടെ റൂട്ടിലൂടെ സഞ്ചരിച്ച് ഈമാനോടുകൂടി മരിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെയും ഞങ്ങളുടെ ഉമ്മവാപ്പമാരെയും ഉസ്താദുമാരെയും ഞങ്ങളെ സംഘടനാ നേതാക്കന്മാരെയും സഹപ്രവർത്തകന്മാരെയും ഭാര്യമക്കളെയും നീ ഉൾപ്പെടുത്തണം റഹ്മാനേ. പറയുന്നില്ല. ഇൻഷാ അല്ലാഹ് SSFന്റെ സാഹിത്യോത്സവം ബന്ധപ്പെട്ടുകൊണ്ട് ലക്ഷങ്ങൾ ഇതിനുവേണ്ടി ചെലവുണ്ട്. ഒരുപാട് ആളുകൾ ഇതിനുവേണ്ടി സഹായിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, അവർക്കെല്ലാം നീ ദുനിയാവിലും ആഖിറത്തിലും ഖൈറും ബർക്കത്തും ഏറ്റി കൊടുക്കണേ റഹ്മാനേ. സ്വർഗീയമായ ഭക്ഷണവും പാനീയവും താമസവും സ്വർഗീയമായ അനുഭൂതികളും ഇതിന്റെ പകരം അവർക്ക് നീ നൽകണം റഹ്മാനേ. ഇനിയും എല്ലാവരും സഹായിക്കാൻ മുന്നോട്ട് വരണം. കഴിയുന്ന ആളുകൾക്ക് സഹായം കൊണ്ട് ഈ സംഘടനാ പ്രവർത്തനങ്ങളുമായി സഹകരിക്കണമെന്ന് അവസാനമായി ഉറപ്പെടുത്തി ഇൻഷാ അല്ലാഹ് എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ദുആ വസിയത്തോടുകൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.